ശരിക്കും ഈ മഹാബലിയൊക്കെ ജീവിച്ചിരുന്ന ആളാണോ? ഇതൊക്കെ കുറെ കെട്ടുകഥകളല്ലേ, മുത്തശ്ശി കഥകളല്ലേ? എന്താണ് ഓണം? യഥാർത്ഥത്തിൽ ഓണം നമ്മുടെ വലതുപക്ഷക്കാരും തീവ്ര ഒരു വലതുപക്ഷ സ്വഭാവം സൂക്ഷിക്കുന്നവരും പറയുന്ന പോലെ വാമന ജയന്തിയാണോ? മഹാബലി ദളിതനാണോ? മഹാബലി ദ്രാവിഡനാണോ? മഹാബലി അതോ പൂണൂലിട്ട ആര്യൻ വംശജനാണോ? തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ ഓണത്തിലുണ്ട്. ഈ മനോഹരമായ ഓണം ആഘോഷിക്കുന്നതിനോടൊപ്പം മഹാബലി ആരാണ് എന്നുകൂടി അറിയാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. മഹാബലിയെയും വാമനനെയും സ്മരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഓണാശംസ നേർന്നുകൊണ്ട് എന്താണ് ഓണം, ആരാണ് മഹാബലി? നമസ്കാരം. മഹാബലിയെക്കുറിച്ച് ഭാഗവതത്തിൽ റെഫറൻസ് ഉണ്ട്, പല പുസ്തകങ്ങളിലും റെഫറൻസ് ഉണ്ട്. പക്ഷേ മഹാബലിയെക്കുറിച്ചുള്ള ഏറ്റവും നല്ല റിസർച്ചുകൾ പലപ്പോഴും നടന്നിട്ടുണ്ട്. ബലിയെ ഏറ്റവും ഉന്നതമായി പറയുന്നത് മഹാത്മാ ഭൂലെ അല്ലെങ്കിൽ ജ്യോതിബ ഭൂലെ എന്ന് പറയുന്ന ദളിത് രാജാവ് ബലിരാജ്യം എന്നാണ് പറയുന്നത്. അതായത് മഹാത്മാഗാന്ധി രാമരാജ്യം എന്ന സങ്കല്പം പറയുന്നത് പോലെ ബലിരാജ്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ കാഴ്ചപ്പാടിൽ നിന്ന് വിരുദ്ധമായ ഒരു കാഴ്ചപ്പാടിൽ ബലിരാജ്യം അവതരിപ്പിക്കാൻ തക്ക പ്രാധാന്യം പാൻ ഇന്ത്യയിൽ മഹാബലിക്ക് ഉണ്ടായിരുന്നു എന്ന് ആലോചിക്കണം. ഒരു അസുരന് വേണ്ടി ആഘോഷിക്കപ്പെടുന്ന, ഏറ്റവും പോസിറ്റീവായി ആഘോഷിക്കപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം കൂടിയാണ് ഓണം. ഇത് വാമന ജയന്തിയാണെന്ന് ശശികല ടീച്ചർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ഓർമ്മ കാണും. അങ്ങനെ അമിത്ഷാ ഒക്കെ ട്വീറ്റ് ചെയ്തിരുന്നു. വാമന ജയന്തിയാണോ അതോ മഹാബലി തിരിച്ചെത്തുന്നതാണോ തുടങ്ങിയ ചോദ്യങ്ങൾ കാണും. മഹാബലിയുടെ അച്ഛന്റെ പേര് വിരോചനൻ, അമ്മയുടെ പേര് ദേവാംബ, ഭാര്യയുടെ പേര് വിന്ധ്യാവലി. അദ്ദേഹത്തിന്റെ മകനെ നമുക്ക് പരിചയം കാണും. അദ്ദേഹത്തിന്റെ മകന്റെ പേരിൽ നമുക്കൊരു ഡാം ഉണ്ട്. ആ ഡാമിന്റെ പേരാണ് ബാണാസുര സാഗർ ഡാം. മഹാബലി പ്രഹ്ലാദന്റെ കൊച്ചുമകനാണ് എന്ന് നമുക്ക് ചരിത്രത്തിലും പുരാണത്തിലും ഒക്കെ നോക്കിയാൽ പറയാൻ കഴിയും. ബലി ശക്തനായ രാജാവ് എന്ന അർത്ഥത്തിലാണ് അദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ പലർക്കും ഒരു സംശയം തോന്നും, അതായത് പരശുരാമൻ മഴുവെറിഞ്ഞ് നേടിയതാണ് കേരളം എന്ന് പലപ്പോഴും ഈ പാട്ടുകളിലും ഐതിഹ്യങ്ങളിലും ഒക്കെ ഉണ്ട്. പരശുരാമന് മുമ്പാണല്ലോ വാമനൻ. അപ്പൊ മഹാബലി എവിടെയാ ഭരിച്ചിരുന്നത്? മഹാബലി കേരളത്തിൽ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയുടെ തെക്ക് വശമോ അല്ലെങ്കിൽ മഹാരാഷ്ട്ര മുതൽ സൗത്ത് ഇന്ത്യ വരെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ മുഴുവൻ കേരളം വരെ ഭരിച്ചിരുന്ന വലിയൊരു പ്രദേശത്തെ രാജാവായിരുന്നു ഈ ബലി എന്ന് പറയുന്ന രാജാവ്. മഹാനായ ബലി, അതാണ് മഹാബലി. അലക്സാണ്ടർ ദ ഗ്രേറ്റ് അല്ലെങ്കിൽ അശോക ദ ഗ്രേറ്റ്, അക്ബർ ദ ഗ്രേറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ ബലി ദ ഗ്രേറ്റ് ആണ് മഹാനായ ഈ ബലി. ഈ ബലിയുടെ കാലത്ത് ഒരു ഇഗാലിറ്റേറിയൻ, സമത്വ സുന്ദരമായ ഒരു ലോകമായിരുന്നു. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ. കാസ്റ്റ് ഹൈറാർക്കി അടക്കമുള്ള കാര്യങ്ങളില്ലായിരുന്നു. അപ്പോഴാണ് ദേവന്മാർ എന്ന് പറയുന്ന വിഭാഗം അദ്ദേഹത്തിനോടെതിരെ, അന്നത്തെ പവർ സ്ട്രഗിളാണ്. ഇതിൽ ദേവനും അസുരനും യഥാർത്ഥത്തിൽ രണ്ട് വംശങ്ങൾ എന്നതിനേക്കാൾ ഒരേ വംശത്തിലെ രണ്ട് വ്യത്യസ്ത വിഭാഗങ്ങളായിരുന്നു. അതായത് ഇതിനൊരു ജാതിയുടെ ആംഗിൾ ഉണ്ട്, അല്ലെങ്കിൽ വർഗത്തിന്റെ ആംഗിൾ ഉണ്ട്. എന്നിരുന്നാലും ഇന്ന് നമ്മൾ മഹാബലിയും വാമനനും സഹോദരങ്ങളും സുഹൃത്തുക്കളും ഒക്കെയാണ്, ഒരുമിച്ച് നമ്മളെ കാണാൻ വരുന്നവരാണ്. ഇന്ന് അങ്ങനെ ഒരു വിഭാഗീയതയുടെയോ വംശീയതയുടെയോ ആവശ്യമില്ല. പക്ഷെ അതിന്റെ ചരിത്രം അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണ്. മഹാബലിയെ ദേവന്മാർ ശത്രുത തോന്നി, അസൂയ തോന്നി വാമനനെ വരാൻ പറയുകയും വാമനൻ മഹാബലിയുടെ തലയിൽ കാൽ വെക്കുകയും പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്ന് പറയുന്നുണ്ട്. ആധുനിക കാലത്ത് ഈ സവർണ ഹിന്ദു സമൂഹത്തിന് ഗിൽറ്റ് കൂടുമ്പോൾ അത് പാതാളമല്ല സുതലത്തിലേക്ക് ഉയർത്തിയതാണ് പറയുന്നുണ്ട്. എന്തായാലും മഹാബലിയെ നാട് കടത്തി എന്നുള്ള കാര്യം സത്യമാണ്. മഹാബലിയെ യഥാർത്ഥത്തിൽ സൗത്ത് അമേരിക്കയിലേക്കാണ് നാട് കടത്തിയതെന്ന് ജീൻ ഡി മാറ്റ്ലോക്ക് എന്നൊരു അമേരിക്കൻ അമച്വർ ഹിസ്റ്റോറിയൻ പറയുന്നുണ്ട്. അതായത് ഇതാണ് ഇന്ത്യയെങ്കിൽ ഇന്ത്യയുടെ മറുഭാഗത്തെ ലോകം, ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദി വേൾഡ്, അതിനെയാണ് പാതാളം എന്ന് പറയുന്നത്. ഇന്ന് 7 കോണ്ടിനെന്റ് ഉള്ളതുപോലെ അന്ന് 14 ലോകങ്ങളുണ്ട്. അതലം, സുതലം, രസാതലം, മഹാതലം, തലാതലം തുടങ്ങിയ ഒരുപാട് പേരുകളിലാണ് അതറിയപ്പെടുന്നത്. അങ്ങനെ മഹാബലിയെ പ്രാചീന സൗത്ത് അമേരിക്കയിലേക്ക് നാട് കടത്തിയതാണെന്നും പ്രാചീന സൗത്ത് അമേരിക്കൻ മയൻ സംസ്കാരത്തിന് നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരത്തോട് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടെന്നുള്ള തിയറിയൊക്കെയാണ് ജീൻ ഡി മാറ്റ്ലോക്ക് ഇന്ത്യ വൺസ് റൂൾഡ് അമേരിക്കാസ് എന്ന പുസ്തകത്തിൽ മെൻഷൻ ചെയ്യുന്നതൊക്കെ. അപ്പോൾ സത്യമാകാം, ഹാഫ് ട്രൂത്ത് ആകാം, ഫാൻസിഫുൾ തിയറി ആകാം, അറിയില്ല. പക്ഷേ മഹാബലിയെ ഓർക്കാൻ കൂടി ഈ അവസരം നമ്മൾ എടുക്കേണ്ടത് പ്രധാനമാണ്. മഹാബലി നമ്മുടെ പൊതു ലെഗസിയാണ്. അതിനെ ഇനിയും പരസ്പരം ഫൈറ്റ് ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറ്റണ്ട. പക്ഷേ മഹാബലിയോട് കാണിച്ചത് അനീതിയുമാണ്, സംശയമില്ല. അതുകൊണ്ടാണ് വാമനന്റെ മേളിൽ മഹാബലി ഇപ്പോൾ നിൽക്കുന്നത്. ദൈവമായ, അതായത് ഇന്നത്തെ തിരുവോണം എന്ന് പറഞ്ഞാൽ വാമനന്റെ ജന്മദിനമാണ്. അതായത് മഹാവിഷ്ണു ജനിച്ച ദിവസമാണ് ഓണം. പക്ഷേ തിരുവോണം, ആ മഹാവിഷ്ണുവിനേക്കാൾ വലിയവനായ മഹാബലി മാറുന്നത് അദ്ദേഹത്തിന്റെ ജനാധിപത്യ ബോധമാണ്. എതിരാളിയോടും അല്ലെങ്കിൽ മറുഭാഗത്തുള്ള വ്യക്തിയോട് പോലും ആദരവോടെ പെരുമാറാൻ കഴിയുന്നതാ ആ മഹാബലിയുടെ ഗുണം നമുക്ക് ഉണ്ടാകട്ടെ. വാമനനെയും മഹാബലിയും ഒക്കെ സ്വാഗതം ചെയ്യാൻ നമുക്ക് കഴിയട്ടെ. ചരിത്രത്തെ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുക, പരസ്പരം സ്പർദ്ധയ്ക്ക് വേണ്ടിയല്ല. എല്ലാവർക്കും നല്ലൊരു ഓണാശംസിക്കും. നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ കമന്റ് രൂപത്തിൽ ഇടുക. എല്ലാ കമന്റും ഞാനിത് വായിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസ് കുറെ കൂടെ മെച്ചമാകാനും ഞാനെന്ന വ്യക്തിക്ക് കൂടുതൽ പഠിക്കാനും ആ കമന്റുകൾ സഹായിക്കും. തീർച്ചയായിട്ടും ഇതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
കൂടുതൽ ക്വാളിറ്റി ഉള്ള കണ്ടന്റ്, കൂടുതൽ സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനൊക്കെ അത് വലിയൊരു ഉത്തേജനം ഉണ്ടാകും എനിക്ക്. എല്ലാ അത്തരം കമന്റുകളും എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ ആ കമന്റ്സ്, നിങ്ങളുടെ ലൈക്സ്, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ആദരം, നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് ക്രിറ്റിസിസം, നെഗറ്റീവ് ക്രിറ്റിസിസം, ഫീഡ്ബാക്ക് ഞാനെന്ന വ്യക്തിയെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും.